എനിക്കൊരു ബന്ധവുമില്ല, എനിക്കതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് പറയണം. നമ്മളോട് ഒരാളെക്കുറിച്ച് ചോദിച്ചു, അല്ലെ ഒരു ടീമിനെ കുറിച്ച് ചോദിച്ചു, എനിക്ക് അയാളുമായിട്ടൊരു ബന്ധമല്ല. മാലി അയ്യ ഇലാഖ, മാലി എനിക്കില്ല, അയ്യ ഇലാഖ, ഇലാഖ എന്ന് പറഞ്ഞ ബന്ധം ഇലാഖ, മാലി അയ്യ ഇലാഖ അൻഹു, അവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. മാലി അയ്യ ഇലാഖ ബി, അങ്ങനെ പറയാം. ബിഹി എന്ന അദ്ദേഹത്തോട്, അദ്ദേഹവുമായി, അല്ലെ ലഹു, ഒക്കെ ഉപയോഗിക്കാം. അപ്പം മാലി അയ്യ ഇലാഖ, എനിക്കൊരു ബന്ധവുമില്ല. ബുഷിൽ ഇലാഖ ബൈൻകും, എന്താ നിങ്ങൾക്ക് തമ്മിലുള്ള ഇലാഖ? ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, മലബാറിലെ പഴയകാലത്തെ കേരളവും അതുപോലെ തന്നെ അറബികളും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം അത് പല രീതിയിലും ബന്ധമുണ്ട്. പഴയ കാലം മുതലേ പായക്കപ്പലിൽ വന്ന് കേരളീയ സംസ്കാരത്തോടും കൾച്ചറിനോടും മിങ്കിളായ വിഭാഗമാണ് അറബികൾ. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വാക്കുകൾ അറബ് ഭാഷയിൽ നിന്ന് മലയാളത്തിന് സംഭാവനയായിട്ട് വന്നിട്ടുണ്ട്. പറയാം ബൈന ഇലാഖ അമീഖ, എന്താണ്? ഫി ഇലാഖ അമീഖ ബൈനൽ അറബ് വ അഹ്ൽ കേരള, കേരളക്കാരും മലയാളികളും അറബികളും തമ്മിൽ ഇലാഖ അമീഖ എന്ന് പറയും. അത് ആഴമേർ, അമീഖ് എന്ന് തന്നെ ആഴം എന്നാണ്, ഉമുക്ക് തന്നെ ആഴം. അമീഖ എന്ന് പറഞ്ഞാൽ ആഴമേറിയ ബന്ധം. നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ പറയുന്ന അത്തരം വേർഡ് അതേ സ്റ്റൈലിൽ തന്നെ അറബിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റു ഭാഷയിൽ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. അതായത് നമ്മൾ പറയും ആഴമേറിയ ബന്ധം എന്ന് പറയും. ഈ ഒരു കുഴി കുത്തിയിട്ട് പറയുന്നവരാണ്. അപ്പം എന്താണ് പറയുക? ഇലാഖ അമീഖ. ഈ അമീഖ് പറയുമ്പോൾ നമ്മൾ ഉറക്കത്തെ പറ്റി പറയുമല്ലോ, അയാൾ ആഴമേറിയ ഉറക്കം എന്ന് പറയാറുണ്ട്. ഉറക്കം ഒരു കുഴി കുത്തിയിട്ട് അതിലിട്ടാൽ അടിയിലേക്ക് പോയാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലെ കുട്ടിയാൽ മതി. അപ്പോൾ അവിടെ പറയും എന്താണ്? നൗം അമീഖ് എന്ന് പറയും. ഭയങ്കര ഉറക്കം നൗം ഷദീദ് പറയൂല. നൗം ഷദീദല്ല, മറിച്ച് എന്താ പറയാ? നൗം അമീഖ് എന്ന് പറയും. അപ്പൊ അമീഖ് എന്ന് പറയാം ആഴമേറിയത്. അതിന്റെ ഒറിജിനൽ വേർഷൻ എന്താന്ന് വെച്ചാൽ ഒരു കിണറാണ്. ആ കിണറിന് അമീഖ് എന്നാ പറയാ. കിണറിന് ഭയങ്കര ആഴമേറിയ കിണറാണ് എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്കും ഈ വാക്കുകളുടെ കൃത്യത പഠിക്കാൻ അറബിക് യൂനിയുമായി നിങ്ങൾ സഹകരിക്കുക. അറബിക് യൂനിയുടെ ഓരോ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക. ശുക്രൻ ലക്കും, മഅസ്സലാമ.